നമസ്കാരം. 1995 ഒരു ഹോട്ടൽ നിർമ്മാണ കരാർ. അവിടെ തുടങ്ങി വർഷങ്ങൾ നീണ്ടു, തർക്കങ്ങള്, കേസുകള്, അവസാനം സുപ്രീംകോടതി വരെ എത്തി. അതെ. സുനിർ ഹോട്ടൽസും VLS ഫിനാൻസും തമ്മിലുള്ള ഒരു പഴയ കഥയാണ്. ഈയൊരു പോരാട്ടത്തില് ഒരു FIR റദ്ദാക്കുന്നതിനെക്കുറിച്ച് സുപ്രീംകോടതി അടുത്തിടെ ഒരു വിധി പറഞ്ഞു, അല്ലേ? 2025 INSC 895. അതെ, അനുരാഗ് ഭട്നാഗർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഡൽഹി കേസ്. അതിൽ ചില കാര്യങ്ങൾ നമ്മളിന്ന് വിശദമായിട്ടൊന്ന് നോക്കുകയാണ്. കാരണം നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിക്കേണ്ട ചില നിയമവശങ്ങൾ ഇതിലുണ്ട്. തീർച്ചയായും. കാരണം SHL കൊടുത്തൊരു FIR 380/2005 അത് റദ്ദാക്കാൻ VLS ആവശ്യപ്പെട്ടു. എന്നിട്ടോ ഹൈക്കോടതി സമ്മതിച്ചില്ല. പിന്നീട് സുപ്രീം കോടതിയും ആ ആവശ്യം തള്ളി. അപ്പോ എന്തുകൊണ്ട് തള്ളി, അതാണ് നമ്മൾ നോക്കുന്നത്. കോടതി ഒരു 5 പ്രധാന കാര്യങ്ങൾ പരിശോധിച്ചു എന്നാണ് കേട്ടത്. അതെ, പ്രധാനമായും 5 പോയിന്റുകളാണ്. ഓരോന്നും നിയമ നടപടികളെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ പോയിന്റ് ആ നടപടിക്രമത്തെക്കുറിച്ചായിരുന്നു, അല്ലേ? അതായത് SHL പോലീസിൽ പോകാതെ നേരെ മജിസ്ട്രേറ്റിന്റെ അടുത്തേക്ക് പോയി പരാതി കൊടുത്തു. അതായിരുന്നു VLSന്റെ ഒരു വാദം. ശരിയാണ്. സാധാരണ നമ്മൾ CRPC സെക്ഷൻ 154 അനുസരിച്ച് സ്റ്റേഷനിൽ കൊടുക്കും, അല്ലെങ്കിൽ SP-ക്ക് കൊടുക്കും. അതാണല്ലോ വഴി. അതെ. പക്ഷേ കോടതി പറഞ്ഞത് ശ്രദ്ധേയമാണ്. നേരിട്ട് മജിസ്ട്രേറ്റിനെ സമീപിക്കുന്നത് ശരി, അതൊരു പ്രൊസീജറൽ ഇറഗുലാരിറ്റി ആകാം, ഒരു നടപടിക്രമത്തിലെ പിഴവ്. അതെ. പക്ഷെ അതുകൊണ്ട് മാത്രം മജിസ്ട്രേറ്റിന്റെ അധികാരം പോകുന്നില്ല. സെക്ഷൻ 156(3) പ്രകാരം മജിസ്ട്രേറ്റിന് ഒരു കുറ്റം നടന്നു എന്ന് തോന്നിയാൽ FIR ഇടാൻ പോലീസിനോട് പറയാൻ അധികാരമുണ്ട്. ഓക്കെ. അപ്പോ ആ ഒരു കാരണം കൊണ്ട് മാത്രം ഉത്തരവ് തള്ളാൻ പറ്റില്ല. നിയമത്തിന്റെ സാങ്കേതികതയേക്കാൾ കുറ്റം നടന്നിട്ടുണ്ടോ എന്നതിനാണ് പ്രാധാന്യം എന്ന് കോടതി ഒരു സൂചന തന്നു. അടുത്തൊരു ചോദ്യം വന്നത്, മജിസ്ട്രേറ്റ് ശരിക്കും ആലോചിച്ചിട്ടാണോ ഈ ഉത്തരവിട്ടത് എന്നതായിരുന്നു. വെറുതെ യാന്ത്രികമായി ഒപ്പിട്ടതാണോ? അതെ, അതും VLS വാദിച്ചു. പക്ഷെ കോടതി അതും തള്ളി. കാരണം ആ ഉത്തരവിൽ പറയുന്നുണ്ട്, അഭിഭാഷകനെ കേട്ടു, രേഖകളൊക്കെ നോക്കി, ഒരു കേസ് നിയമം ഉദ്ധരിച്ചിട്ടുണ്ട്, പിന്നെ കുറ്റകൃത്യം നടന്നതായി തോന്നുന്നു എന്നുമുണ്ട്. അപ്പോൾ മജിസ്ട്രേറ്റ് സ്വന്തം മനസ്സുപയോഗിച്ചു എന്ന് കരുതാൻ ഇത് മതി. അതായത് ആ ഒരു പ്രാഥമിക ഘട്ടത്തിൽ കൂടുതൽ ആഴത്തിൽ കീറിമുറിക്കേണ്ട കാര്യമില്ലെന്ന്. അതെ, മേൽക്കോടതികൾ അനാവശ്യമായി ഇടപെടേണ്ടതില്ലെന്നും സൂചിപ്പിച്ചു. ഓക്കെ. അപ്പോ മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് നിലനിൽക്കും. ഇതിനിടയ്ക്ക് വേറൊരു കാര്യം നടന്നല്ലോ. പോലീസ് അന്വേഷിച്ച് കുറ്റപത്രം കൊടുത്തു. അതെ, അന്വേഷണം പൂർത്തിയായി. ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തു. അപ്പൊ പിന്നെ ഈ ഘട്ടത്തിൽ പഴയ FIR റദ്ദാക്കാൻ പറ്റുമോ? അതും ഒരു വലിയ തർക്കമായിരുന്നില്ലേ? വളരെ പ്രധാനപ്പെട്ട പോയിന്റാണത്. അവിടെയാണ് CRPC സെക്ഷൻ 482 വരുന്നത്. ഹൈക്കോടതിയുടെ അന്തർലീനമായ അധികാരം, ഇൻഹെറന്റ് പവേഴ്സ്, നീതി ഉറപ്പാക്കാനുള്ള അധികാരം. അതെ. പക്ഷേ കോടതി പറഞ്ഞു, അന്വേഷണം കഴിഞ്ഞു, കുറ്റപത്രം വന്നു, ഇനി ആ അധികാരം വളരെ സൂക്ഷിച്ചുപയോഗിക്കണം. എന്തുകൊണ്ട്? കാരണം FIR തുടക്കമാണ്. കുറ്റപത്രമെന്ന് പറഞ്ഞാൽ അന്വേഷണം കഴിഞ്ഞുള്ള കണ്ടെത്തലാണ്. അപ്പോൾ ഇനി ചോദ്യം ചെയ്യേണ്ടത് ആ കുറ്റപത്രത്തെയാണ്, അല്ലാതെ പിന്നോട്ടുപോയി FIR റദ്ദാക്കുകയല്ല വേണ്ടത്. ശരിയാണ്. അതൊരു വ്യക്തമായ വേർതിരിവ് തന്നെ. ഇനി അടുത്ത വിഷയം. VLSന്റെ ഒരു പ്രധാന വാദം ഇതൊരു സിവിൽ കേസ് മാത്രമാണെന്നായിരുന്നല്ലോ. ക്രിമിനലൊന്നുമില്ല, വെറും കരാർ ലംഘനം. അതെ, അതായിരുന്നു അവരുടെ മെയിൻ ഡിഫൻസ്. പക്ഷേ കോടതി അത് മുഴുവനായിട്ട് അംഗീകരിച്ചില്ല. എന്തുകൊണ്ട്? കരാർ ലംഘനം സിവിലല്ലേ? ആകാം. പക്ഷേ ഈ പരാതിയിൽ വഞ്ചന, ചീറ്റിംഗ്, ഗൂഢാലോചന, കൺസ്പിറസി, തെറ്റിദ്ധരിപ്പിച്ച് പ്രേരിപ്പിക്കൽ, ഇൻഡ്യൂസ്മെന്റ്, ഇങ്ങനെയുള്ള ആരോപണങ്ങളുണ്ട്. അതൊക്കെ ക്രിമിനൽ കുറ്റങ്ങളാകാം. ഇവിടെ ഏറ്റവും രസകരമായ കാര്യം, ഇതേ ഇടപാടിന്റെ പേരിൽ VLS തന്നെ മുൻപ് 3 ക്രിമിനൽ കേസുകൾ കൊടുത്തിട്ടുണ്ട്. FIR 90/2000, 99/2002, 148/2002. ഓഹോ, അപ്പൊ അത് വലിയൊരു തിരിച്ചടിയായല്ലോ അവർക്ക്. തീർച്ചയായും. ഒരേ വിഷയത്തിൽ നിങ്ങൾ തന്നെ ക്രിമിനൽ കേസ് കൊടുത്തിട്ട് മറ്റേയാൾ കൊടുക്കുമ്പോൾ ഇത് സിവിലാണെന്ന് പറഞ്ഞാൽ അത് ദുർബലമാകും. ശരിയാണ്. കോടതി അത് എടുത്തു പറഞ്ഞു, പരോക്ഷമായി സൂചിപ്പിച്ചു. ഇനി അവസാനത്തെ പോയിന്റ്, ഈ FIR 380/2005 ഒരു രണ്ടാമത്തെ FIR അല്ലേ എന്നതായിരുന്നു. കാരണം SHL തന്നെ ഇതിനു മുമ്പ് ഒരു FIR കൊടുത്തിരുന്നു, അല്ലേ? 326/2004. അത് ഹൈക്കോടതി സ്റ്റേ ചെയ്തതാണെന്നും പറഞ്ഞു. അതെ. അപ്പോൾ ഒരു വിഷയത്തിൽ 2 FIR പാടില്ലല്ലോ. അതെ, ഡബിൾ ജപ്പേടി പോലെ വരുമോ? സാധാരണ ഒരു കേസിൽ വിചാരണ നടന്ന് ശിക്ഷയോ വെറുതെ വിടലോ ഉണ്ടായാലാണ്
അതേ വിഷയത്തിൽ രണ്ടാമത് കേസ് പാടില്ലാത്തത്. ഇവിടെ ആദ്യ എഫ്ഐആറിൽ അന്വേഷണം സ്റ്റേ ചെയ്തുവെന്നേ ഉള്ളൂ. വിചാരണ നടന്നില്ല. ഓക്കെ. പിന്നെ 2 എഫ്ഐആറിലെയും ആരോപണങ്ങളിലും പ്രതികളിലും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പോലീസ് സ്റ്റേഷനുകളും വേറെയാണ്. ഒരുപക്ഷേ ആ സ്റ്റേ മറികടക്കാനാകാം ഇത് ചെയ്തതെന്നും കോടതി ഒരു നിരീക്ഷണം നടത്തി. അപ്പോ അതുകൊണ്ട് മാത്രം രണ്ടാമത്തെ എഫ്ഐആർ തള്ളിക്കളയാൻ പറ്റില്ല എന്നാണോ? പൂർണ്ണമായി തള്ളിക്കളയാനാവില്ല എന്നൊരു നിലപാടാണ് എടുത്തത്. പക്ഷെ അതിലൊരു അന്തിമ തീരുമാനം ഈ ഘട്ടത്തിൽ പറഞ്ഞില്ല. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞ കാരണങ്ങളെല്ലാം വെച്ച് നടപടിക്രമത്തിലെ പിഴവുണ്ടെങ്കിലും മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് നിലനിൽക്കും, ആരോപണങ്ങളിൽ ക്രിമിനൽ സ്വഭാവമുണ്ട്, കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു, VLS തന്നെ മുൻപ് ക്രിമിനൽ കേസ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കാരണം സുപ്രീം കോടതി VLSന്റെ ആവശ്യം തള്ളി. FIR 380/2005 റദ്ദാക്കിയില്ല. അതെ, അതാണ് സംഗ്രഹം. ഇതിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, 1, അന്വേഷണം ഒരുപാട് മുന്നോട്ട് പോയ കേസിൽ, പ്രത്യേകിച്ച് കുറ്റപത്രം വന്നാൽ FIR റദ്ദാക്കാൻ കോടതികൾക്ക് പൊതുവെ മടിയുണ്ടാകും. ശരി. 2, നടപടിക്രമത്തിലെ ചെറിയ പിഴവുകൾ മാത്രം വെച്ച് ഒരു കേസ് ഇല്ലാതാകണമെന്നില്ല. 3, ഒരു തർക്കത്തിന് നമ്മൾ തന്നെ ക്രിമിനൽ സ്വഭാവം കൊടുത്താൽ പിന്നീടത് സിവിലാണെന്ന് വാദിക്കുന്നത് അത്ര എളുപ്പമല്ല. പിന്നെ FIR റദ്ദാക്കുന്നതും കുറ്റപത്രം ചോദ്യം ചെയ്യുന്നതും രണ്ടാണെന്നുള്ളതും. അതെ, അത് വേറെ വേറെ നിയമവഴികളാണ്. അവസാനമായിട്ട് ഒരു ചിന്ത പങ്കുവെക്കട്ടെ. 1995 ഒരു ബിസിനസ് ധാരണാപത്രം. അവിടെ തുടങ്ങിയ ഒരു തർക്കം. ഇന്ന് ഇരു കക്ഷികളും പരസ്പരം ക്രിമിനൽ കേസുകളുമായിട്ടിങ്ങനെ വർഷങ്ങളായി നടക്കുന്നു. എവിടെയാണ് ഈ ബിസിനസ് തർക്കങ്ങളുടെ അതിർവരമ്പ് ലംഘിച്ച് അതൊരു ക്രിമിനൽ ഗൂഢാലോചനയെ മാറുന്നത്? അത് കണ്ടെത്താൻ നമ്മുടെ നിയമവ്യവസ്ഥ എത്രത്തോളം ഒരു സൂക്ഷ്മത കാണിക്കേണ്ടി വരുന്നുണ്ടാവാം, അല്ലേ? നിങ്ങൾക്കെന്ത് തോന്നുന്നു?